ട്യൂസ്ഡേ മോർണിംഗ് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയൊക്കെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ്. ലഞ്ചിന് ഫിഷ് ഫ്രൈ ചെയ്തതുകൊണ്ട് ഫിഷ് കറി വെച്ചതുകൊണ്ട് ഇവിടെ എല്ലാവരും ഒന്നും ഫിഷ് കഴിക്കൂല. അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി ധുവാനൊന്ന് വിളിക്കണം. ഓളെ ഫ്രഷ് ആക്കലും ഫുഡ് കൊടുക്കലും ഡ്രസ്സ് ചെയ്യിക്കലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ചെയ്യാനാണ് കേട്ടോ എനിക്ക് താല്പര്യം. എനിക്ക് ആ പോവാൻ നേരത്തുള്ള ആ ഒരു ഹറിബറി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് ഞാൻ നേരത്തെ വിളിക്കൂട്ടോ. മാഷാഅല്ലാ ഓക്കും എണീക്കാൻ മടിയൊന്നുമില്ല. ഓൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഓക്ക് കളിക്കാനും കുറച്ച് ടൈം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ലഞ്ച് ബോക്സ് പാക്കിംഗ് ആണ്. അങ്ങനെ എല്ലാ ഐറ്റംസൊന്നും ഓൾ കഴിക്കൂല. ചില സെലക്റ്റഡ് ഐറ്റംസ് മാത്രമേ ഓൾ കഴിക്കുള്ളൂ കേട്ടോ. അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ഡ്യൂട്ടിക്ക് ഇരിക്കും. ഇന്ന് മോർണിംഗ് ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ദൂര വരുന്നതിൻ്റെ മുമ്പായിട്ട് ബ്രേക്ക് എടുത്തിട്ട് ഓക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ റെഡിയാക്കി വെക്കും കേട്ടോ. ഇന്നിപ്പം മീൻകറി ഉള്ളതുകൊണ്ട് ദോശ റെഡിയാക്കുകയാണ്. ഓൾ ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഓക്ക് ഫുഡ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഓക്ക് വന്നാൽ ഇടാനുള്ള ഡ്രസ്സും കൂടെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഗേറ്റും തുറന്നിട്ട് കഴിഞ്ഞാൽ സ്കൂൾ വാന് മുറ്റത്ത് വരെ വരും. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കോട്ടോ. കാരണം അതിന് ശേഷം എപ്പോൾ വരാനും ചാൻസ് ഉണ്ട്. അധിക ദിവസം 3:30-ൻ്റെ ഉള്ളിലായിട്ട് വരും. ചില ദിവസം 3:15-ൻ്റെ മുമ്പേ എത്തും. ചില ദിവസം 3:30-യും കഴിയും കേട്ടോ. അങ്ങനെ ഓളെ ഫ്രഷ് ആക്കി ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ കടയ്ക്ക് പോവാം കേട്ടോ. നാളെ ഓക്ക് കളേഴ്സ് ഡേ ആണ്. അപ്പോൾ ഓക്ക് കിട്ടിയ കളറ് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ കളർ ഡ്രസ്സ് ഇടണം. യെല്ലോ സ്വീറ്റ് എന്തെങ്കിലും കൊണ്ടുപോകണം. അതുപോലെ തന്നെ യെല്ലോ കളറിൽ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഐറ്റംസും കൂടെ വേണം കേട്ടോ. അങ്ങനെ യെല്ലോ കളറിലൊരു ചാർട്ട് പേപ്പറും കൂടെ വാങ്ങി ഇവരെയും പിക്ക് ചെയ്ത് വീട്ടിലെത്തി. ഒരു മാംഗോയും അതുപോലെ തന്നെ ഒരു ബനാനയാണ് കേട്ടോ സെറ്റാക്കുന്നത്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മാംഗോയും ഒരു ബനാനയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡിന്നറിന് സ്പെഷ്യലായിട്ട് ബീട്രൂട്ടും കാന്താരിയും കൂടി ഇട്ടിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിളും അതുപോലെ തന്നെ കാടമുട്ട വെച്ചിട്ടൊരു റോസ്റ്റും ഉണ്ടാക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പോലെ തന്നെ ഡിന്നറും ഞങ്ങൾ കുറച്ച് നേരത്തെ കഴിക്കുകയെ. പിന്നെ രാത്രി ആയാലും ധുവാനെ കുറച്ച് നേരം ഒന്ന് പഠിപ്പിക്കും കേട്ടോ. ജസ്റ്റ് എല്ലാം ഒന്ന് വായിപ്പിച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യിച്ച് എല്ലാ പാട്ടുകളൊക്കെ ഒന്ന് പാടിപ്പിച്ച് ഒക്കെ ഫുഡും കൊടുത്ത് ഓളെ പെട്ടെന്ന് തന്നെ ഉറക്കും.